ഇടുക്കി പേരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ നിറപുഞ്ചിരിയോടെ മഴയെ പേടിക്കാതെ പുതിയ പാർപ്പിടങ്ങളിൽ അന്തിയുറങ്ങും. മുൻ LDF സർക്കാർ നടപ്പിലാക്കിയ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ സ്കീം പദ്ധതിയിലൂടെയാണ് തൊഴിലാളികളുടെ ദുരിത ജീവിതം അവസാനിക്കുന്നത്. കണ്ടതും കേട്ടതുമായ തേയിലത്തോട്ടങ്ങളിലുള്ള ലയങ്ങളിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം മൂലം ജീർണിച്ച് നിലം പൊത്താറായവയായിരുന്നു. കാലവർഷത്തിൽ കോരിച്ചൊരിയുന്ന പേമാരിയെയും വീശിയടിക്കുന്ന കാറ്റിനെയും ഭയന്നാണ് തൊഴിലാളി കുടുംബങ്ങൾ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി ലയങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. എന്നാൽ ഇന്ന് കഥ മാറുകയാണ്. ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിലൊന്നിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയൊരു ലയം പണിതിരിക്കുന്നു. LDF സർക്കാരിന്റെ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഹൗസ് കൺസ്ട്രക്ഷൻ സ്കീം എന്ന പദ്ധതിയിലൂടെ 13.46 കോടി രൂപയുടേതാണ് പദ്ധതി. മലങ്കര ഗ്രൂപ്പിന്റെ ബോണമയ്ക്കടുത്തുള്ള പെൻഷറസ്റ്റ് എസ്റ്റേറ്റിലാണ് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള തൊഴിലായം പണിതത്. മഴയെത്തും മുൻപേ തൊഴിലാളികൾ താമസം ആരംഭിച്ചത്. പഴയ ലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആധുനിക സൗകര്യങ്ങളോടെ ഓരോ വീട്ടിലും 2 കിടപ്പുമുറിയും അടുക്കളയും ലിവിംഗ് ഏരിയയും ശുചിമുറിയും അടക്കമാണ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് കമ്പനി ജനറൽ മാനേജർ ജോഷിബ പറഞ്ഞു. ഇന്ത്യയിലെ തേയില വ്യവസായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ ലയത്തിലെ ആധുനിക സൗകര്യങ്ങൾ തൊഴിലാളികൾക്കും സന്തോഷം നൽകുന്നു. പദ്ധതി പ്രഖ്യാപിച്ച് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 110 പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനും 774 വീടുകളുടെ നവീകരണം പൂർത്തിയാക്കുന്നതിനുമായി 27 DPRകളാണ് തോട്ടമുടമകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രി P. രാജീവാണ് പദ്ധതിയുടെ സംസ്ഥാന ഉദ്ഘാടനം ഇടുക്കിയിൽ നിർവഹിച്ചത്. ലയങ്ങളുടെ നിർമ്മാണം മഴക്കാലത്തിനു മുന്നേ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്ലാന്റേഷൻ ഉടമകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ വീടുകൾ ഒരുങ്ങിയതോടെ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു. ഇന്നവർ പുതുലയത്തിൽ അഭിമാനത്തോടെ കാറ്റിനെയും മഴയെയും ഭയക്കാതെ അന്തിയുറങ്ങുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.